വിശുദ്ധനായ സെബസ്ത്യാനോസെ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം. മോനെ, നീ എൻ്റെ ജീവനാ രക്ഷിച്ചേ. ഞാൻ നിനക്ക് എന്താണ് ചെയ്തത്? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരാളുടെ കയ്യിൽ കുറച്ച് പൈസ ഏൽപ്പിക്കാൻ പറ്റുമോ? ആ, അത് ചെയ്യാം. അല്ല മോനെ, മോൻ്റെ പേരെന്തെന്നാ? അതെ, ഈ വട്ടത്തെ പെരുന്നാൾക്ക് നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് തന്നെ ഇറക്കണം. നമുക്ക് ആനനെ ഇറക്കിയാലോ? പാടിഞ്ഞിറങ്ങാണെങ്കിൽ നമുക്ക് വിറപ്പിക്കാം. ആനനെ മാത്രം ആക്കണ്ട, ജിറാഫിനെയും പോത്തിനെയും മ്ലാവിനെയും എല്ലാത്തിനും ഇറക്കാം. പുത്തൂരോട് അടുത്താണല്ലോ. അത് കലക്കും. എന്റെ പൊന്നല്ല, നീ ഒന്നും മിണ്ടാതിരി. ഈ ചെക്കെല്ലാം സീരിയസ് ആയി എടുക്കും. ഞാൻ പറഞ്ഞു എന്നാളോ. താൻ തൽക്കാലം ഒന്നും പറയണ്ട. അതെ, ഇങ്ങനെയായാലും ഒന്നും ആവില്ല കേട്ടാ. ആദ്യം നമുക്ക് പൈസ പിരിക്കാം, എന്നിട്ട് മതി ബാക്കി കാര്യം തീരുമാനിക്കല്. അത് ശരിയാ. എന്നാ നമുക്ക് പൈസ പിരിക്കാൻ ഇറങ്ങാം. ഈ രാത്രി തന്നെ പോണോ പിരിവിന്? മിസ്റ്റർ, പകലൊക്കെ ഞങ്ങള് പണിക്ക് പോണോരാ. എന്തായാലും നോക്കാം, പറ്റാണെങ്കിൽ എത്താം. നാളെ രാവിലെ തന്നെ ഇറങ്ങാം. ഇനി വൈകിക്കണ്ട, അല്ലെങ്കിൽ നാളെ നീളെന്നാവും. ഇവന്റെ തലയിൽ പുതിയ ഐഡിയകളൊക്കെ വരുന്നതിന് മുൻപ് നമുക്ക് പിരിയാം. ചേട്ടാ, ഈ വീട്ടിൽ കയറണ? ആരും മാറ്റി നിർത്താൻ പാടില്ലല്ലോ. കേറി നോക്കാന്നേ. മേരിയച്ചിയേ, മേരിയച്ചിയേ. അല്ല, ഇതാരൊക്കെയാ? എന്താ എല്ലാരും കൂടെ? ചേച്ചിയെ, നമ്മുടെ അമ്പ് പെരുന്നാളല്ലേ? പെരുന്നാളിന്റെ പിരിവിന് ഇറങ്ങിയതാ. 2500 ഞങ്ങൾ പിരിക്കാൻ ഉദ്ദേശിച്ചത്. എന്റെ മാതാവേ, 2500 രൂപയോ? അതൊക്കെ കുറവാ ചേച്ചി. മറ്റു പള്ളികളിലൊക്കെ 3500 4000 രൂപയ്ക്ക് മേടിക്കണേ. എനിക്ക് കുറച്ച് സമയം തരുമോ? 2 ആഴ്ചയായി പണിക്ക് പോയിട്ട് ശ്വാസം വിട്ട തീരെ വയ്യ. ഇപ്പൊ എന്റെ ഒന്നുമില്ല തരാനായിട്ട്. അധികം വൈകണ്ട, പെരുന്നാളെടുത്തു. അമ്പ് കയറ്റി പ്രാർത്ഥിക്കണ്ടേ വീട്ടില്? എന്നാ ശരി. ഇത് നേരെ എന്റെ അമ്മേ, എനിക്കാരുമില്ല. നീ മാത്രം എന്റെ ആശ്രയം. ജോലി എടുക്കാനുള്ള അത് മാത്രം എനിക്ക് തന്നാ മതി. വേറെ ഒന്നും എനിക്ക് വേണ്ട. ചേച്ചി, ചേച്ചി, ഞാൻ ദൂരേന്ന് വരുവാ. എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുവോ? അയ്യോ, ഇരിക്കീട്ടാ. ചേച്ചി, ഒരുപാട് സന്തോഷം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. എന്റെ അമ്മേ, മേരി ചേച്ചി. ഹലോ ഹലോ, ഹലോ ഇതാരാണ് സംസാരിക്കുന്നത്? സാറേ, എൻ്റെ പേര് മാർഗരറ്റ് എലിസബത്ത് മേരി എന്നാണേ. ഞാനിവിടെ മരത്താക്കരയിലാണ് താമസിക്കുന്നേ. ചേച്ചിയുടെ ഫാദറിന്റെ പേര് ജോൺ എന്നാണോ? അതെ. ഞങ്ങൾ ചേച്ചിയെ കോണ്ടാക്ട് ചെയ്യാൻ പലതവണ ശ്രമിച്ചു. ഒരു 98 കാലഘട്ടത്തില് ചേച്ചിയുടെ ഫാദറിന്റെ പേരില് കുറച്ച് പൈസ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിപ്പോ വലിയൊരു എമൗണ്ട് ആയിട്ടുണ്ട്. ഞങ്ങൾ പലതവണ ചേച്ചിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ സാധിച്ചില്ല. അതുകൊണ്ട് ആ എമൗണ്ട് ഇപ്പൊ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചേച്ചിക്ക് ഈ നമ്പർ എവിടെ നിന്ന് കിട്ടിയത്?
അല്ല മോനെ, മോന്റെ പേരെന്തെന്നാ? എൻ്റെ പേര് സെബാസ്റ്റ്യൻ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരു അമ്മയുടെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ആ അമ്മയുടെ തിരുനാളിന് ഒത്തുചേരുമ്പോൾ ചെറിയൊരിൽ ഒരുവനെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. എന്നാൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും.